ജീവിതം ആസ്വദിക്കാനുള്ള ഇവരുടെ ആഗ്രഹം അമിതമായിട്ടുള്ള സുഖലോലുപതയിലേക്കും ആഡംബര ജീവിതത്തിലേക്കും വരവിനധികമായിട്ട് ചിലവുകൾ വരുന്ന രീതിയിലേക്കും ഭ്രമത്തിലൂടെ ഇതൊക്കെ ശരിയാവും ഒക്കെ ഒരു ഇതുമില്ലാതെ എടുത്തു ചാടുകയും ഒക്കെ ചെയ്ത് ജീവിതത്തിൽ വൻ തിരിച്ചടികൾ നേരിടുന്നത് കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇവരുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്ക് ഇവരെ നയിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഹംഭാവം, ശരീരത്തിലും സൗന്ദര്യത്തെക്കുറിച്ച് അമിതമായിട്ട് അഭിമാനിക്കുന്നതും. ഒരു അഭിമാനം വേണ്ടതാണ്, ശരീരത്തെക്കുറിച്ച് അഭിമാനം വേണ്ടതാണ്, നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ഒരു ബോധം വേണ്ടതുമാണ്. അല്ല, നമ്മളെ ഇഷ്ടപ്പെടേണ്ടതാണ്. നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആരും ഇഷ്ടപ്പെടും? അപ്പം നമ്മളെ ഇഷ്ടപ്പെടണം അല്ലേ? പക്ഷേ ആ ഇഷ്ടം കൂടിയിട്ട് ഒരു സുപ്പീരിയർ ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാവും. ഞാൻ എൻ്റേത് എനിക്കെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ അത് കടുത്ത ആസുരിക തലത്തിലേക്ക് പോവുകയും അഹംഭാവത്തിലേക്ക് വഴിമാറുകയും അത് ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അടുത്തത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലായ്മയാണ്. അക്ഷമരാകുക എന്നുള്ളതാണ്. അപ്പം കാര്യങ്ങൾ വിചാരിക്കുന്ന വേഗത്തിൽ നടത്തണം എന്നുള്ളത് ഒരു ഇതുള്ളതുകൊണ്ട് ഇവർക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ വായിക്കൊള്ളണമെന്നില്ല. പട്ടി പ്രസവിക്കുന്ന സമയമല്ലല്ലോ ഒരു ആന പ്രസവിക്കാൻ എടുക്കുന്നത്. അപ്പം ഓരോന്നിനും ഓരോ കാലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ഷമ ഇവർക്ക് വേണം എല്ലാ കാര്യത്തിലും. ഇല്ലെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ചാടി വൻ പരാജയത്തിലേക്ക് പോകും. കൂപ്പ് കുത്തുന്ന കണ്ടിട്ടുണ്ട്. നല്ല രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർ ചില ബിസിനസ്സുകളിലേക്കും ചിലയിടത്തൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ചില്ലാതാവുന്നത് കണ്ടിട്ടുണ്ട്. തിരിച്ച് കയറാൻ പറ്റാത്ത രീതിയിൽ പരാജയപ്പെട്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു മധ്യവയസ്സിലൊക്കെ ഇവർക്കൊരു എടുത്തിയാട്ടം നന്നായിട്ടൊന്ന് ഉയർന്നു കഴിയുമ്പോൾ എടുത്തു ചാടി നശിച്ചു പോകുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിമർശനങ്ങളെ ഭയപ്പെടുക എന്നുള്ള രവി പ്ലസ് ശുക്രൻ. അപ്പോൾ ഈ വിമർശനങ്ങളെ ഭയപ്പെടുക, മറ്റുള്ളവർ തങ്ങളെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളൊരു അലട്ടൽ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ശുക്രൻ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകും. മദ്യം, രതി, ഒന്ന് മാറി അനവധി റിലേഷൻഷിപ്പുകളിലൊക്കെ പോയി പരാജയപ്പെട്ട് ജീവിതം ഒന്നുമല്ലാതെ അവസാന കാലം വളരെ മോശമായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മേഖലകളിലൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതീവ ജാഗ്രത പുലർത്തി വേണം മുന്നോട്ട് പോകാൻ.